ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത്, അപ്പോൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, പൊരി. അപ്പോൾ ഈ ഹിന്ദിക്കാർ ഇങ്ങനെ മുറ എന്ന് പറയും ഹിന്ദിക്കാരൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന പൊരിയുണ്ട. അപ്പോൾ പൊരിയുണ്ട ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പെട്ടെന്ന് പൊരിയുണ്ട ഉണ്ടാക്കുന്നതാണ്. സിമ്പിളാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ എന്താ പറയുക, നമ്മൾ ഭരണിയിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും ഒക്കെയാണ് മുറുമുറേനെ കൊണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ നമുക്ക് ഉണ്ടാക്കിയാൽ ഒരു ഭരണിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം, കഴിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുറുമുറ വെച്ചിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ 3 ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുറുമുറ. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഒരുക്കാം. അതിനു മുമ്പേ നമ്മുടെ ഈ ഒരു പൊരി എന്ന് പറയുന്നത്, മുറുമുറന്നേ വായിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പൊരി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വറുത്തിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേ വേണ്ടൂ. ഓൾമോസ്റ്റ് ഇതിങ്ങനെ പൊട്ടുന്നതാണല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. പെട്ടെന്ന് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ. കുഞ്ഞൂസിനായാലും മണിക്കുട്ടിക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നത്, ഉണ്ടാക്കിത്താ അമ്മയെന്ന് പറയുന്നു. അപ്പോൾ മടി പിടിച്ച് കുറച്ച് ദിവസമായിട്ട് മറന്നു പോയാൽ. അപ്പോൾ കുഞ്ഞൂസിപ്പോൾ വരുമ്പോഴേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഇപ്പം അങ്ങനെ എത്തും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂട് കയറ്റേ വേണ്ടൂ. ഇതിലിട്ടിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബേൽക്കുരി വെക്കില്ലേ, അതൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂട് ആക്കി വറുത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊട്ടുന്ന ഒരു ഓൾമ അല്ലെങ്കിൽ ഇത് പൊട്ടുന്നതാണ്. ചെറിയൊരു ചൂടും കൂടെ കയറുമ്പോൾ കുറച്ച് നല്ലോണം ഇതിൽ നിന്ന് നമുക്ക് പദം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്കൊരു നല്ലൊരു പ്ലേറ്റിൽ വേണം കേട്ടോ മാറ്റാൻ. അതിൽ വെള്ളമൊന്നും പാടില്ല. ഒരിക്കറിയാമല്ലോ, ചെറിയൊരു വെള്ളം വരുമ്പോഴേക്കും അത് ഇങ്ങനെ വെള്ളം കുടിച്ചിരിക്കും, പദം വരും. നിങ്ങളെന്താണ് പദം എന്നല്ലേ പറയാറ്? ഇനിയിപ്പോൾ ഞാൻ ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പമാണ്, നമ്മളിങ്ങനെ ചെറുതായിട്ട് ചിരണ്ടിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ. അപ്പം ഞാനിങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടി അതിലൊഴിച്ചു കൊടുക്കാം. എനിക്ക് മറന്നുപോയ ഒരു കാര്യം കേട്ടോ, കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഈ വെള്ളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കട്ടയാവില്ലേ. അപ്പോൾ ഇതാകുമ്പോഴേ നമുക്ക് കുറച്ചൊരു സാവധാനം നമുക്ക് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് കട്ടയായിട്ട് അടുക്കി പിടിക്കാൻ. ഇനിയിപ്പോൾ അതൊന്ന് ഇതാവട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഉരുകിയിട്ട് നല്ല തിക്കാകുമ്പോൾ കുറച്ചൊരു ടൈറ്റ് നമുക്കറിയാലോ. ആ ഒരു ടൈറ്റിൽ നമ്മുടെ ഈ ഒരു പൊരി അതിലോട്ട് എടുത്തിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ചൂട് ആറുന്നതിന് മുമ്പേ ഒന്ന് ഉണ്ട പിടിക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് പാക്കറ്റിലൊക്കെ ആക്കിയിട്ട് വന്നിട്ട് നമ്മൾ കഴിക്കുന്നത്. പണ്ടൊക്കെ അച്ഛൻ ഇങ്ങനെ പാക്കറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് തരും കേട്ടോ. അപ്പം അപ്പോഴൊന്നും ഞാനിങ്ങനെ വിചാരിക്കും, ഞാൻ പല കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ, നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതായിരിക്കുന്നു. അപ്പം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് വരുന്നതാണ് എങ്കിലും നമ്മൾ കൂടുതൽ കടകളിൽ നിന്നാണല്ലോ പാക്ക് വാങ്ങുന്നത്. പക്ഷെ ഞാനിത് ലൈവായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അരുണാചലിൽ ഉണ്ടാകുമ്പോഴേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് കേട്ടോ, മഹാരാഷ്ട്രക്കാരിയാണ്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കിയിട്ട് തരും. അപ്പോൾ ഞാനിങ്ങനെ ഒരിക്കലും ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഇത്. ഞാൻ 2 തവണ ഉണ്ടാക്കി കേട്ടോ, 2 തവണ ഉണ്ടാക്കി. ഇത് 3ാമത്തെ തവണയാണ്. അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ഒന്നല്ല, 3ാമത്തെ തവണയാണ് ഇത് ഉണ്ടാക്കുന്നത്.
പക്ഷെ അന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഇന്ന് കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ നമ്മുടെ ഈ വെല്ലം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളമാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകം മാറും. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആവുമ്പോഴത്, കാരണം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്നെസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്, ശർക്കര പാനിയുടെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്താ പറയുക കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അരിച്ചിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ നല്ല തിക്നെസ് ആയിട്ട് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊരിയിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഒറ്റിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം കേട്ടോ കിട്ടേണ്ടത്. പച്ചവെള്ളത്തിൽ സാധാരണ നോർമൽ വാട്ടറിൽ ഒറ്റിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ പൊരി. ഒന്ന് ഇളക്കുക. നമുക്കിത് ഓഫാക്കാം കേട്ടോ, സിമ്മ് ഓഫാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ആ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഞാനിതാ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ടാണ്. അയ്യോ, പിന്നെ പൊള്ളുന്നൊക്കെ നോക്കണം കേട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കട്ട കെട്ടും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പൊരിക്ക്. അപ്പം ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് കേട്ടോ. ഇപ്പോൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് ഉണ്ട പിടിക്കാം, അല്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ അടി കത്തും കേട്ടോ. ചൂട് ആറുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ട പിടിക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ട പിടിക്കാം കേട്ടോ. ഏകദേശം ചൂട് ഇതാവുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ഉണ്ടയാണ് പിടിക്കുന്നത്. നല്ല പെർഫെക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. പൊള്ളുന്നുണ്ട്, പൊള്ളുമോനെ. അപ്പോൾ കുഞ്ഞൂസുണ്ട് കേട്ടോ ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടയൊക്കെ പിടിക്കാൻ. ഇത് ഭരണിയിൽ ഇട്ട് വെക്കാനൊന്നും പറ്റില്ല, കാരണം ഇവിടെ പെട്ടെന്ന് തീരും. കഴിഞ്ഞതിന് ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ ഭരണിയിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ വരുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തു കൊടുക്കും. നല്ല രസമല്ലേ? ഞാനിങ്ങനെ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ, ഞാനധികം കഴിക്കാറില്ല. അപ്പം നമുക്ക് ഉണ്ട ഓരോന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ പൊരിയുണ്ട റെഡി ആയിരിക്കുന്നു കണ്ടോ. കുഞ്ഞുസോണി ഇപ്പുറത്തെ. അപ്പം നല്ല പെർഫെക്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വേറെ വെറൈറ്റി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.